എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി പോയിരിക്കുന്നു. വീട്ടില് ജോലി ഇട്ടിട്ടാ നാട്ടുകാരുടെ കാര്യം നോക്കാൻ പോയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താനായിട്ട്. വരട്ടിങ്ങോട്ട് നല്ല കൊടുക്കുന്നുണ്ട് ഞാൻ. പോയിരിക്കുന്നു. നാശം. ഓ വരുന്നുണ്ട്. വരട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. എല്ലാത്തിനും കിടന്ന് ഓടാൻ ഞാൻ ഉണ്ടല്ലോ. എന്റെ തലയിൽ ആ മോളെ അമ്മച്ചി ഇറങ്ങ. മോളെ ടാക്സി പിടിച്ച് വരാനാണെങ്കിൽ രാവിലെ ജീപ്പ് എടുത്തോണ്ട് പോയെന്തിനാ? രണ്ടിനും ഡീസൽ അടിച്ചത് ഒറ്റയ്ക്കായിരിക്കും. നീ പോയി ആ കൊച്ചിനെ അങ്ങോട്ട് പിടിക്കേ. നീ ഇങ്ങോട്ട് മാറിക്കേ. ആരെങ്കിലും കൂടെ വന്നേ, ഒന്ന് പിടിച്ചേ. കൊച്ചപ്പ ഇന്നലെ എന്റെ നടു ഉളുക്കിയിരിക്കുവാ. നിനക്ക് എന്നുള്ളതാ ഒരു നടുവലക്കം. ഇങ്ങോട്ട് വാ. ഓ പതുക്കെ അലക്സേ വാ, നമുക്ക് ആ വണ്ടി എന്നാ സാധനം ഇങ്ങ് എടുക്കാം. ഹാളിൽ തന്നെ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അവിടെ ആവുമ്പോ നല്ല കാറ്റും വെളിച്ചം ഒക്കെ കിട്ടിയേനെ. ആ ഇവിടെ ആവുമ്പം ബാത്റൂം ഉണ്ട്. പിള്ളേർക്ക് ഇവിടെ നല്ലത്. നീ അലക്സും കൂടെ അപ്പുറത്തെ മുറി കിടക്ക്. ഇവളും പിള്ളേരും ഇവിടെ കിടന്നാ മതി. ഇതാ ഒരു സൗകര്യം. സൗകര്യം നോക്കുകയായിരുന്നെങ്കിൽ റോയൽ എക്സ് ഹോട്ടലിൽ ഒരു റൂം എടുത്താൽ മതിയായിരുന്നല്ലോ. ദേനി മോനെ വെച്ചുള്ള സംസാരം ഒന്നും വേണ്ട കേട്ടോ. തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ. ഇതാ അമ്മച്ചിയുടെ ഒരു കുഴപ്പം. ഞാൻ ഒരു തമാശ പറഞ്ഞു. തമാശ. ചേച്ചി ഇവിടെ കിടന്നോട്ടോ. അനി ഞാൻ ആ ഹോളിൽ തന്നെ കിടന്നോളാം. ഞാനും കുഞ്ഞുങ്ങളും മാത്രല്ലേ ഉള്ളൂ. അതൊന്നും വേണ്ട. പിന്നെ എന്തൊക്കെ സൗകര്യത്തിൽ പോയാലും നമ്മൾ ജനിക്കുമ്പോ എന്തുണ്ടോ അതേ കാണത്തുള്ളൂ. അതിപ്പോ ആളായാലും അർത്ഥമായാലും. ഓ ഇന്നിത്തിരി ഒച്ചയൊക്കെ ഉയർന്നിട്ടുണ്ട്. ചേച്ചിയെ കേൾപ്പിക്കാനായിരിക്കും. നിനക്കിന്ന് ജോലിക്ക് പോകണ്ടായിരുന്നോ? ഇന്ന് ലീവ് എടുത്തു. അതെന്താ? ഇവിടെ ചേച്ചി മക്കളൊക്കെ വരുന്നു എന്നറിഞ്ഞേ ആഫീസിലെ അണ്ണന്മാർക്കൊക്കെ സൂക്കേടാ. ഇനിയിപ്പോ ഒരാഴ്ച ലീവ് എടുത്താലും കുഴപ്പമില്ല. അണ്ണന്മാരുടെ വായിരിക്കണമെന്നും കേക്കണ്ടല്ലോ. ആ വരുന്നു. മോളെ മോൻ എന്താ കുടിക്കാൻ വേണ്ടത്? മോനെ നിനക്ക് ദാഹിക്കുന്നുണ്ടോ? കുറച്ച് വെള്ളം എടുക്കട്ടെ? ആ അമ്മച്ചി കുറച്ച് ചൂടുള്ള എടുത്തുണ്ടോ? മക്കളിങ്ങ വന്നേ. നിങ്ങൾ വന്നേ. ഇതാരാന്ന് നോക്കിക്കേ. അറിയോടാ? എടി ഒരു 350 രൂപ ഇങ്ങ് എടുക്ക്. എന്തിനാ? ടാക്സിയുടെ വാടക കൊടുക്കണം. ടാക്സിയുടെ വാടകയോ? ആ അതൊക്കെ ചേച്ചി കൊടുത്തോളൂ. എടി അതെ, ബാങ്കിൽ കയറാൻ സമയം കിട്ടിയില്ല, ATM-ഉം കണ്ടില്ലാന്ന്. കിട്ടുമെങ്കിൽ തരൂടി. ഇവിടുന്ന് പോയപ്പോ കുറെ വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോയത്. അതൊക്കെ എന്തിയേ? എടി പോകുന്ന വഴിക്ക് 100 കൂട്ടം ചെലവല്ലേ. ജീപ്പിന് ഡീസൽ അടിക്കണമായിരുന്നു. ആ കൊച്ചാപ്പനോ അടിക്കണമല്ലോ ഡീസല്. എല്ലാത്തിനും ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇല്ലായിരുന്നു. ഇനി ഈ വീട്ടിൽ എനിക്ക് കണക്ക് വേണം. എനിക്ക് എണ്ണി കിട്ടുന്ന എത്രയെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ വണ്ടി ഓടിച്ച് റബ്ബർ ഷീറ്റ് അടിച്ചും കുടുംബം നോയിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇതുവരെ നിങ്ങളുടെ കടവും തീർന്നിട്ടില്ലല്ലോ. ചിട്ടിക്കാശ് അടയ്ക്കുന്ന കാശും കൊണ്ടാ നിങ്ങൾ പോയത്. അതും അങ്ങ് തീർത്തു. ഇപ്പൊ ചെലവും കൂടിയല്ലോ. കണക്ക് ചോദിക്കാൻ ചെല്ല്, അപ്പൊ കിട്ടും ചേച്ചിയുടെ. എടി ചുമ്മാ അതും ഇതും പറയാതെ, അവരങ്ങനെ കേക്കത്തില്ലേ? കേട്ട എന്താ? ചേച്ചിക്ക് അറിയാലോ. അതെ, പലചരക്ക് കടയിൽ ഒന്ന് പോണം. സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പലഹാരങ്ങൾ എന്തെങ്കിലും വാങ്ങണം. ഇനി അതുങ്ങൾക്ക് എന്താ ഇഷ്ടമെന്നൊന്ന് ചോദിക്കട്ടെ. ഇതും കൂടെ ഒന്ന് വച്ചോ. ഇതിനും കണക്കുണ്ടോടി? കണക്ക് തന്നെയാ. ഓ പിന്നെ കണക്കൊന്നും വേണ്ടല്ലോ. പെണ്ണമ്മോ, കുറെ സാധനങ്ങളെ ആ അനന്തന്റെ തറവാട്ടി കിടപ്പുണ്ട്. പിന്നെ കുറെ ആ പഴയ വാടക വീട്ടിലും കിടപ്പുണ്ട്. എല്ലാം കൂടി ഒരു മുറി കൂട്ടിയിട്ടേക്കുവാ. വില കൊടുത്ത് വാങ്ങിച്ചതല്ലയോ, നല്ല ഒന്നാന്തരം സാധനങ്ങളാ. എന്തിനാ വെറുതെ കളയുന്നത്? ഒരു ദിവസം പോയി എല്ലാം കൂടി എടുത്തോണ്ട് വരാം. അതൊന്നും ഇനി എടുക്കണ്ട കൊച്ചാപ്പ. മനസ്സമാധാനത്തെക്കാളിലും വലുതായിട്ടൊന്നും ഇല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എങ്ങനെയെങ്കിലും അതൊന്നും കിട്ടിയാമെന്ന് ആഗ്രഹമുള്ളൂ. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ അവരെ നന്നായിട്ട് വളർത്തിയെടുത്താൽ മാത്രം മതി എനിക്ക്.
മോളെ, തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ കറങ്ങി തിരിഞ്ഞു വരും. പെണ്ണമ്മയാ പറയുന്നത്, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മാലോകര് മുഴുവൻ പറയട്ടെന്നേ. പക്ഷേ എന്റെ മോളെ എനിക്കറിയാം. പിച്ച ചീന്താൻ നിൽക്കുന്നവര് ഈ നാട്ടിലും കാണും. അവരുടെ മുന്നില് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. താഴ്ത്തിയ പിന്നെ അതങ്ങ് താന്നുകൊണ്ടേയിരിക്കും. മനോധൈര്യം വിടരുത്. അത്രേ അമ്മച്ചിക്ക് പറയാനുള്ളൂ.